ഇംഗ്ലണ്ടിലെ നഗരവീഥികളുടെ തിരക്കിൽ നകന്ന് ആ പ്രഭു കുടുംബം അവധിക്കാലം ചെലവഴിക്കാനായി തിരഞ്ഞെടുത്തത് കാടിനടുത്തുള്ള ഒരു ഫാം ഹൗസ് ആയിരുന്നു. മുതിർന്നവർ ചതുരംഗക്കളിയിൽ ഏർപ്പെട്ടിരിക്കെ കൂട്ടത്തിലുള്ള കുട്ടികൾ തൊട്ടടുത്തുള്ള കുളത്തിൽ നീന്തിക്കളിക്കുകയായിരുന്നു. ഇതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ കുട്ടി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അറിഞ്ഞില്ല. എന്നാൽ കുളത്തിനടുത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിലിരുന്ന് ഈ കുട്ടികളുടെ വിനോദം ആസ്വദിച്ചുകൊണ്ടിരുന്ന ബാലൻ ഇത് കാണുകയും കുളത്തിലേക്ക് എടുത്തുചാടി ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രഭു കുടുംബം വളരെ സന്തുഷ്ടരായി. നന്ദി പ്രകാശിപ്പിക്കുവാനായി അവർ ആ ബാലൻ്റെ വീട്ടിലെത്തി. ആ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അവൻ്റെ പിതാവ്. പ്രത്യുപകാരമായി എന്താണ് തങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ആ പ്രഭു കുടുംബം അവരോട് ആവശ്യപ്പെട്ടു. തോട്ടക്കാരനായ പിതാവ് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകന് പഠനം വളരെ താല്പര്യമാണ്, പക്ഷേ എനിക്കവനെ പഠിപ്പിക്കുവാനുള്ള നിർവാഹമില്ല. സാധിക്കുമെങ്കിൽ അവന് പഠിക്കുവാനുള്ള എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണം. പഠിപ്പിക്കുവാനുള്ള കേവല സഹായമായിരുന്നില്ല ആ പ്രഭു കുടുംബം ചെയ്തത്. അവർ ആ ബാലൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും ഏറ്റെടുത്തു. പഠിച്ച് മിടുക്കനായ ആ ബാലനാണ് ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ്. വെള്ളത്തിലേക്ക് താഴ്ന്നുപോയ ഈ ബാലൻ രക്ഷപ്പെടുത്തിയ കുട്ടിയാകട്ടെ ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ കൂടി വിൻസ്റ്റൺ ചർച്ചിലിനെ അലക്സാണ്ടർ ഫ്ലെമിംഗ് രക്ഷപ്പെടുത്തുകയുണ്ടായി. മഹായുദ്ധകാലത്ത് ടെഹ്റനിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഗുരുതരമായി ന്യൂമോണിയ ബാധിതനായി കഴിയുന്ന നേരം ചികിത്സകളൊന്നും ഫലിക്കാതെ വന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി അലക്സാണ്ടർ ഫ്ലെമിംഗ് വിൻസ്റ്റൺ ചർച്ചിലിനടുത്തേക്ക് എത്തുന്നു. അദ്ദേഹം വിൻസ്റ്റൺ ചർച്ചിലിനെ ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആകസ്മികമായ ചില സംഭവങ്ങൾ മഹത്തായ ചില നിയോഗങ്ങൾക്കും വഴിമാറുന്നുണ്ട്.